ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹോബ്ലിസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ന്യൂട്രല്ല സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണത്. അപ്പോൾ അച്ഛട്ടനെ പറഞ്ഞു, മമ്മി ഇന്ന് എനിക്ക് ഒരു ന്യൂട്രല്ല സ്റ്റിക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഒരു കുഴപ്പമില്ല, അവർ ചോദിക്കണല്ലേ ന്യൂട്രല്ലൊക്കെ വല്ലപ്പോഴും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അവരുടെ ഇഷ്ട വിഭവങ്ങൾ ന്യൂട്രല്ല ഈ പ്രായത്തിൽ അതൊക്കെ കഴിക്കണ അതല്ലേ. അപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും നിങ്ങളടുത്ത് ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പി എങ്ങനെയാണത്, ഞാൻ എൻ്റെതായ സ്റ്റൈലിലാട്ടോ ഉണ്ടാക്കണത്. ഇവിടെ ഞാൻ വല്ലപ്പോഴായിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ല, ന്യൂട്രലൊന്നും വല്ലാണ്ട് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അവർ അത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറ്. എടുത്ത് 2-3-4 ദിവസമൊക്കെ ഇരിക്കും. അത് എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കൊടുത്തയക്കാറുണ്ട്. അത് 2-3 ദിവസമൊന്നും ഇരിക്കാറില്ല, കാരണം അവർക്ക് ഇഷ്ടപ്പെടും. അത് അവർ തന്നെ പെട്ടെന്ന് തീർക്കും, 2 ദിവസത്തിനുള്ളിൽ അത് അവർ തീർക്കും. അപ്പോൾ സ്കൂളിലേക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് പോർഷൻ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കാറുണ്ട് ടിഫിനിൽ. ഇടയ്ക്ക് കിട്ടാറുമില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ന്യൂട്രല്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, ന്യൂട്രല്ല സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റേതായ ശൈലിയിലേട്ടാ, പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ 2 കപ്പ് ആട്ട എടുത്തുണ്ട്, ഗോതമ്പ് പൊടി കേട്ടോ. പിന്നെ വേണ്ടത് അരിപ്പൊടി, ഒരു സ്പൂണ് ഇതുപോലത്തെ ഒരു കയ്യിൽ അരിപ്പൊടി വേണം. ഒരു ഇത്തിരി കൂടി 1.5 ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ഒരു സ്പൂണ് ഇതാക്കിയിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് ബട്ടർ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെറിയൊരു സ്പൂണായിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ, അത്ര ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളം വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്, വെനില എസൻസ് വേണം. പിന്നെ വേണ്ടത് നമ്മുടെ പട്ടയുടെ സിനമൺ സ്റ്റിക്ക് വേണം. പിന്നെ ന്യൂട്രല്ല, പിന്നെ പൊടിച്ച പഞ്ചസാര. ഇത് നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചിട്ടില്ല, സോറി, കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കിയാൽ നല്ല പൗഡർ പോലെ ആവരുത്, എന്നൊരു തരി ഉണ്ടാവണം അങ്ങനത്തെ ഇതിൽ കേട്ടോ. നല്ല പൗഡർ ആവരുത്, എന്നാൽ ഒരു തരിയുള്ള പോലെ വേണം. അങ്ങനത്തെ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര പൊടിക്കൽ നിർത്താം. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്ര വേണം ചേരുവകൾ വേണ്ടത്. ഇപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടില്ലേ, ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ളു ഉപ്പ്. പിന്നെ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പട്ട പൊടിച്ചത് ചേർത്തുണ്ട്. പിന്നെ വേണ്ടത് വെനില, ഇത് ഒരു സ്പൂണുണ്ട്, ഫുള്ളും കഴിഞ്ഞു. അത് ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂണേ ചേർക്കണം. ഇത്രയും ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത്. ന്യൂട്രല്ല ഇപ്പോൾ ചേർക്കണില്ല, ഇത് നമ്മൾ ഫ്രൈ ചെയ്യണം. ഇത് കുഴച്ച് വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ന്യൂട്രലിലേക്ക് പോകണം. അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് കുഴച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴയ്ക്കുക. ഇത് ഈ ബട്ടറും കൂടി ചേർക്കണം കേട്ടോ, കുറച്ച് ബട്ടർ ഇപ്പിടാം. പിന്നെ ഇത് നമ്മൾ കുഴച്ച് നന്നായിട്ട് ഇതായി കഴിഞ്ഞിട്ട് പരിവായി കഴിഞ്ഞാൽ വീണ്ടും ബട്ടർ ഇട്ടിട്ട് കുഴച്ചെടുക്കാം. അത് നമുക്ക് കുഴച്ച് കാണിച്ചിട്ട് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒരു ചപ്പാത്തിയൊക്കെ എങ്ങനെ നമ്മൾ കുഴച്ചിരിക്കണം മാവ് ഉണ്ടാക്കണം, അതുപോലെ വെള്ളം ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. ഇത്ര വെള്ളം ചേർക്കണമെന്നില്ല, ലൂസായി പോകരുത്, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ചെറിയ പാത്രമായ കാരണം അതിൽ കുഴക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തേക്ക് എടുത്ത് മാറ്റി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ കാണില്ലേ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളുടെ എണ്ണ ചൂടാവണ വരെ സംഭവത്തിന് മാറ്റി വയ്ക്കാം നമുക്ക് കൂട്ടിന്. എന്നിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം. ഇത് കുറച്ച് നേരം ഇരുന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്കിനി വേറെ എന്തെങ്കിലും പണിയുണ്ട്, അപ്പം അതുകൊണ്ട് ഇത് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കുഴച്ച് വെച്ച് കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷം നമുക്ക് നല്ല ഉണ്ടാക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർ പെട്ടെന്ന് ഉണ്ടാക്കാം. എണ്ണ ചൂടാവുന്ന സമയം വരെ വെച്ചാൽ മതി, അല്ലാത്തവർ കുറച്ച് നേരം വൈകിട്ട് ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
നമ്മൾ ഇതുപോലത്തെ ചപ്പാത്തി പരത്തണ ഇതില്ലേ, ചപ്പാത്തി പരത്തുന്ന ഇതിനെന്താ പറയുക, നമ്മളിനി ചപ്പാത്തി പരത്തണ ഇതെടുത്തിട്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ട് നല്ലതാക്കിയിട്ട്, പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ, നമ്മൾ കയ്യേറ്റ് ഇങ്ങനെ സ്റ്റിക്ക് ഉണ്ടാക്കില്ലേ, മാവ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ ആക്കില്ലേ, ഇതുപോലെ നീളത്തിൽ, കുറച്ചും കൂടി നീളത്തിൽ നമ്മൾ നോക്കി ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എങ്ങനത്തെ സൈസ് ആയാലും കുഴപ്പമില്ല, വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ആക്കി എടുക്കണം. നല്ല വലുതായിരിക്കരുത്, നല്ല മെലിഞ്ഞിട്ട് കൊടുക്കരുത്, ഒരു ഇടത്തരായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, ഇതൊക്കെ ചെറുതായിട്ടാണ്, ഇടത്തര ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ഓരോന്ന് എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്നുണ്ട്, ഗോൾഡൻ കളർ. ആ സമയത്ത് നമുക്ക് ഇതെടുത്ത് വേറെ പാത്രത്തേക്ക് മാറ്റാം. തീ നന്നായി കുറച്ച് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൻ്റെ ഉള്ളും കൂടി വേവണം. അതുകൊണ്ടാണ് തീ നന്നായി കുറച്ചിട്ട്, നല്ല തീ കുറച്ച് വയ്ക്കല്ല, ഒരു ചെറുങ്ങനെ ഉള്ള പാകത്തിൽ നമ്മൾ തീ കുറയ്ക്കണം. ഓരോ സ്റ്റവിനും ഓരോ ഇതല്ലേ, തീയുടെ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം ഭാഗം. ഉള്ളു വേവില്ല, ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണ് തീ കുറച്ച് വയ്ക്കാൻ വേണ്ടി പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്കെടുത്ത് പാത്രത്തേക്ക് മാറ്റാം. എന്നിട്ട് മറ്റെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കണം. എന്നിട്ട് ഇതാ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നടു നീളം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. നോക്കും, കട്ട് ചെയ്തിട്ട് ചെറുങ്ങനെ ചൂടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം, അല്ലാണ്ട് ഇങ്ങനെ ഇളം ചൂടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുവരെ ഫുള്ളായി കട്ട് ചെയ്ത് കുറച്ച് ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ട് നടു കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ന്യൂട്രല്ല ഇതുപോലെ കുഞ്ഞ് സ്പൂണിൽ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ 3 ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ട് ഫില്ല് ചെയ്യുക. അങ്ങനെ 3 ഫില്ല് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ പഞ്ചസാരയും നമ്മുടെ പട്ടയുടെ പൊടി മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മീതൊന്ന് തൂവി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നോക്കാമെന്നോ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ന്യൂട്രല നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കൊക്കെ റെഡി ആയി കഴിഞ്ഞ് അതിലേക്ക് ന്യൂട്രല നിറച്ച് ഞാൻ നടു കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇങ്ങനെ നടു കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലായിടത്തും ന്യൂട്രല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രം എടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് 1 സ്പൂൺ പഞ്ചസാര, പട്ട പൊടിച്ചത് കുറച്ച് ഇതിനുള്ള ഇതുപോലെ ചെറിയ സ്പൂൺ എടുത്ത് 2 പൊടി നന്നായി മിക്സ് ചെയ്യും. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മീതയ്ക്ക് വെതറി കൊടുക്കുക. വെതറിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല കൂടിയിട്ട് പഞ്ചസാരയും നമ്മുടെ പട്ടയും പൊടിച്ചത് യോജിക്കും. നല്ല മണം, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മീതിക്ക് ഇട്ട് കൊടുക്കാം. കൈയിട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ വെതറി കൊടുക്കാം. വെതറിയതിന് ശേഷം നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. പഞ്ചസാര വല്ലാണ്ട് ഇഷ്ടമില്ലാത്തവർ ഇതിങ്ങനെ പഞ്ചസാരയും പട്ടയും കൂടിയിട്ട് ഇടണമെന്നില്ല. പട്ട മാത്രം ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് തോനെ
തോനുള്ള പോലെ തോന്നുന്നു, തോന്നില്ല. അതിങ്ങനെ അതിലുള്ളതുകൊണ്ട് പരത്തിടുന്നോണ്ട് തോന്നുകയാണ് നമ്മൾ. പട്ട വേണ്ടാന്നുണ്ട്, പട്ട ഇഷ്ടമില്ലാത്തവർ, ഈ പട്ടയും പഞ്ചസാരയും ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ഇടണ്ട. ഇനി പഞ്ചസാര മാത്രം ഇഷ്ടമുള്ളവരാണെങ്കിൽ പട്ട ഇഷ്ടമില്ലാണ്ടെങ്കിൽ പട്ട ഒഴിവാക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ന്യൂട്രല്ല സ്റ്റിക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.